എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജയകുമാരി എസ്, പ്രിൻസിപ്പൽ ഓഫ് KET കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, പറമ്പിൽമുകൾ, ബാലുശ്ശേരി. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് കുട്ടികളിൽ കാണുന്ന സ്പിരിറ്റ് ഓഫ് എൻക്വയറി അഥവാ അന്വേഷണാത്മകതയെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ ഈ സ്പിരിറ്റ് ഓഫ് എൻക്വയറി കൗമാര കാലഘട്ടമാകുമ്പോൾ വളരെ നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ്. കാരണം കൗമാര കാലഘട്ടമാകുമ്പോഴേക്കും ഒരു വ്യക്തിയുടെ യുക്തിചിന്ത അഥവാ ലോജിക്കൽ തിങ്കിങ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കൗമാരപ്രായക്കാരായ കുട്ടികൾ തങ്ങളുടെ ചുറ്റുപാടും നല്ലവണ്ണം നിരീക്ഷിക്കുകയും ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും ശ്രമിക്കുകയും അതുവഴി അവരിൽ ചില ചോദ്യങ്ങൾ, പ്രധാനമായും വാട്ട് എന്ത്, വൈ എന്തുകൊണ്ട്, ഹൗ എങ്ങനെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. പണ്ട് കാലഘട്ടങ്ങളിൽ, അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ, കുട്ടികളുടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പകരുവാൻ ചുറ്റുപാടും ധാരാളം ആളുകളുണ്ടായിരുന്നു. അത് അപ്പൂപ്പനാകാം, അമ്മൂമ്മയാകാം, മാമനാകാം, ചിറ്റയാകാം, മൂത്ത ജ്യേഷ്ഠ സഹോദരങ്ങളാകാം, ആരുമാകാം. പക്ഷേ ഇന്നത്തെ അണുകുടുംബത്തിലോ പലപ്പോഴും ഒരു കുട്ടി മാത്രമാണ് വീട്ടിലുണ്ടാവുക, അല്ലെങ്കിൽ കൂടിയാൽ 2 കുട്ടികൾ. രക്ഷകർത്താക്കളോ തങ്ങളുടെ ജീവിതയാത്രയുടെ പ്രാരാബ്ദങ്ങൾക്കിടയിലെ ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ പല കുടുംബങ്ങളിലും കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിൽ ഒന്നിച്ച് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചെലവഴിക്കുന്ന സമയം തന്നെ വളരെ കുറവാണ്. കൂടാതെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും രക്ഷകർത്താക്കളുമായി പങ്കുവയ്ക്കുവാൻ കഴിയാതെ വരും. അഥവാ രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയാണെങ്കിലും യെസ് ഓർ നോ എന്നുള്ള റെസ്പോൺസ് കിട്ടുന്ന തക്ക വിധത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പലപ്പോഴും അവിടെ ഉണ്ടാവുക. ഇത്തരുണത്തിൽ തീർച്ചയായും ഹൈസ്കൂൾ തലത്തിൽ, അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന ഹൈസ്കൂൾ കാലഘട്ടത്തിലെ പ്രിയ അധ്യാപക സുഹൃത്തുക്കൾക്ക് നല്ലൊരു പങ്ക് വഹിക്കുവാനാകും. എന്തെന്നാൽ തൻ്റെ മുമ്പിൽ ക്ലാസ് മുറിയിലിരിക്കുന്ന ഒരു കുട്ടി താൻ പഠിപ്പിക്കുന്ന പാഠഭാഗത്തിൽ നിന്നും സ്പിരിറ്റ് ഓഫ് എൻക്വയറി വഴി അവനിൽ ഉരുത്തിരിഞ്ഞ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ആ ചോദ്യം ക്ലാസ്സിലെ മറ്റു കുട്ടികളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ കൂട്ടായ ഒരു ചർച്ച ഉണ്ടാവുകയും എല്ലാ കുട്ടികളും തങ്ങളുടെ യുക്തിചിന്തയെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും അതുവഴി ആ ഒരു ആശയം വളരെ വ്യത്യസ്തമായ വേറൊരു തലത്തിലേക്ക് എത്തുകയും കൂടുതൽ ആശയങ്ങൾ അവിടെ ഉടലെടുക്കുകയും ഒക്കെ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നല്ലൊരു കാഴ്ചയാണത്. അപ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല നിരീക്ഷണ പാഠവും നല്ല യുക്തിചിന്തയും ഒക്കെയുള്ള ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ ഒരു യുവതലമുറയെ വാർത്തെടുക്കുവാൻ തീർച്ചയായും കഴിയും. നമ്മുടെ ഇപ്പോഴത്തെ കരിക്കുലത്തിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അത് മറന്നുകൊണ്ടല്ല ഞാനിങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കരിക്കുലത്തിൽ പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിവുള്ള ധാരാളം കുട്ടികൾ, അതായത് സ്പിരിറ്റ് ഓഫ് എൻക്വയറി നല്ല രീതിയിലുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറിയിലുണ്ട്. അവരെ തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതും അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ അധ്യാപകർ ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കാര്യം ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു 18 വർഷം മുമ്പ് ഉണ്ടായ ഒരു ചർച്ചയും ഒരു കൗമാരക്കാരനും കടന്നു വരുന്നുണ്ട്. അതായത് 2008 കാലഘട്ടത്തിൽ ഞാൻ അന്ന് ആറന്മുളയ്ക്ക് അടുത്തുള്ള SVGB എന്ന് പറയുന്ന ട്രെയിനിങ് കോളേജിൽ ഫിസിക്കൽ സയൻസ് അധ്യാപികയാണ്. ആ ട്രെയിനിങ് കോളേജിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ SVGB ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്. ആ സ്കൂളിൻ്റെ ബസ്സിൽ പലപ്പോഴും ഞാൻ എൻ്റെ വീട് ഉള്ള പന്തളത്തേക്ക് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ സീറ്റിൽ ഒരു ആൺകുട്ടി വന്നിരുന്നു. ഞാനും ആ കുട്ടിയും തമ്മിൽ കുറേ നേരം, അതായത് 20-25 മിനിറ്റോളം ആ ബസ്സിൽ സംസാരിച്ചു. അവൻ്റെ ചർച്ച, ഞാൻ ഫിസിക്സ് അധ്യാപികയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. 18 വർഷം മുമ്പാണ്. ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചൊക്കെ ആ കുട്ടി എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ബ്ലാക്ക് ഹോൾസിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അതിൻ്റെ പ്രധാന പ്രത്യേകതയായ ആകർഷശക്തിയെക്കുറിച്ചും അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന വസ്തുക്കൾ പുറത്തേക്ക് വരാതിരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് ആ ആൺകുട്ടിയുടെ കണ്ണ് വികസിക്കുകയും അവൻ എന്നോട് വളരെ ആഴത്തിലുള്ളൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. എന്താണെന്നല്ലേ, ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണല്ലോ. ഭൂമിയിലെ ഈ മാലിന്യങ്ങളെല്ലാം നമുക്ക് ആ ബ്ലാക്ക് ഹോൾസിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളല്ലോ, തിരിച്ച് ഭൂമിയിലേക്ക് വരില്ലല്ലോ. അതൊരു നല്ല സൊല്യൂഷനല്ലേ? അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി എത്ര ആഴത്തിലാണ് ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് ചിന്തിച്ചതും ആ ഒരു നിമിഷത്തിൽ അവൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ആ ഒരു ആശയവും. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി. അവൻ്റെ വർത്തമാനത്തിൽ നിന്ന് തന്നെ അവന് നല്ല സാഹിത്യവാസനയും പരന്ന വായനയും ഒക്കെയുള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലായി.
അതിൻ്റെ പ്രതിഫലനം എന്നോണം ആ വർഷത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മലയാള പ്രസംഗത്തിൽ അവൻ സംസ്ഥാനത്തിൽ ഒന്നാമനാകുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടിയെ ഞാൻ ആ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് കാണുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഞാൻ ആ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാതായി, ടൂ വീലറിൽ യാത്രയായി, ആ കുട്ടിയെ കാണാതെയായി. ഞങ്ങൾ തമ്മിൽ കാണുന്ന സന്ദർഭങ്ങൾ വളരെ കുറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ സ്വീകരണമുറി ടെലിവിഷനിൽ പലപ്പോഴും നിത്യേന എന്നോണം ആ യുവാവിനെ ഇപ്പോൾ ഞാൻ കാണാറുണ്ട്. അതായത് മലയാളത്തിലെ പ്രമുഖ വാർത്താ ചാനലായ ഏഷ്യാനെറ്റിലെ ഡൽഹി റിപ്പോർട്ടർ ധനേഷ് രവീന്ദ്രനാണ് ഞാനീ പറഞ്ഞ കൗമാരക്കാരൻ. അപ്പോൾ എനിക്ക് വളരെ ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ തോന്നിയപ്പോൾ എനിക്ക് ധനേഷിൻ്റെ അന്നത്തെ മുഖവും ഇപ്പോൾ അവൻ എത്തി നിൽക്കുന്ന ആ മേഖലയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തീർച്ചയായും അന്നത്തെ ആ കൗമാരക്കാരൻ്റെ സ്പിരിറ്റ് ഓഫ് എൻക്വയറിയെ അവൻ്റെ അധ്യാപകരോ മുതിർന്ന ആളുകളോ ഒക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അധ്യാപകരായിരിക്കും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ടാകാം ഏറ്റവും കൂടുതൽ അന്വേഷണത്തോടെ ആവശ്യമുള്ള ഈ ഒരു മാധ്യമപ്രവർത്തനത്തിലേക്ക് അവൻ എത്തിയത്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ധനേഷുമായി ഒന്ന് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. അപ്പോൾ എന്നെ സോഷ്യൽ മീഡിയ സഹായിച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഇന്ന ആളാണ്, എൻ്റെ നമ്പറും കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ ധനേഷ് എന്നോട് മെസ്സേജ് അയക്കുകയും ഇപ്പോൾ ഡൽഹിയിലാണെന്നും തൻ്റെ ഇപ്പോൾ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ പറയുകയും സന്തോഷത്തോടെ ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള ഒരുപാട് കൗമാരപ്രായക്കാർ നമ്മുടെ ക്ലാസ് മുറിയിലുണ്ട്. അവരുടെ സ്പിരിറ്റ് ഓഫ് എൻക്വയറിയെ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അത് നിങ്ങളെല്ലാവരും ശ്രമിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.